ഈ മനുഷ്യൻ മനഃപൂർവ്വം ഒരു ചവറ്റുകുട്ടിയുടെ മുകളിൽ ഒരു പേന വെച്ചു. പക്ഷേ അവൻ പോയ ഉടൻ ഒരു ടാക്സി കടന്നുപോയി. വെള്ളത്തിന്റെ തെരച്ചിൽ പേനയെ തട്ടിമാറ്റി. അത് അടുത്തുള്ള ഒരു വൃദ്ധന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവൻ അത് എടുക്കാൻ തയ്യാറായി എഴുന്നേറ്റു. അപ്പോൾ ഒരു സൈക്കിൾ യാത്രികൻ കടന്നുപോയി. കൃത്യസമയത്ത് നിർത്താൻ കഴിയാത്തതിനാൽ അവൻ വൃദ്ധനെ ഇടിച്ചു. അടുത്തുള്ള ഒരു ഫ്രൂട്ട് സ്റ്റാൻഡിലേക്ക് വീണു. ഭവനരഹിതനായ ഒരാൾ ഇത് കണ്ടു. വീണുപോയ പഴം എടുക്കാൻ പോയി. സ്റ്റാൻഡിന്റെ ഉടമ അവനെ കണ്ടു. ഒരു നിമിഷത്തേക്ക് എല്ലാവരും അവനെ തടയാൻ ഓടി. കുഴപ്പം പിടിച്ച ഒരു കുഴിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ബസ് കടന്നുപോയി. ഡ്രൈവർ ജിജ്ഞാസയോടെ നോക്കി, പക്ഷേ ശ്രദ്ധിച്ചില്ല. മുന്നിലുള്ള ട്രാഫിക് ലൈറ്റ് ഇതിനകം ചുവന്നിരുന്നു. ഒരു സ്ത്രീ സംഭവസ്ഥലത്ത് ഇടിച്ചു മരിച്ചു. ഇതൊരു സാധാരണ അപകടം പോലെ തോന്നി. പക്ഷേ വാസ്തവത്തിൽ ഇതൊരു സാധാരണ അപകടം നടത്താനുള്ള ഒരു മാർഗമാണ്. കുറ്റകൃത്യം ടാർഗറ്റ് ചെയ്ത വ്യക്തി വന്നുകഴിഞ്ഞാൽ ആ മനുഷ്യൻ ചുറ്റുപാടുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി. സംഭവിക്കാനിടയുള്ള എല്ലാ അപകടങ്ങളും കണക്കാക്കാൻ തുടങ്ങി. ട്രാഫിക് ലൈറ്റുകൾ, ബസ്, കാപ്പി കുടിക്കുന്ന വൃദ്ധൻ, റോഡിലെ ചെറിയ ചെളിക്കുളങ്ങൾ, ഇവയെല്ലാം പരസ്പരം ബന്ധമില്ലാത്തതായി തോന്നുന്നു. പക്ഷേ സംയോജിപ്പിക്കുമ്പോൾ അവ അസാധ്യമായത് മാറ്റാൻ കഴിയും. താമസിയാതെ പോലീസ് സംഭവസ്ഥലത്തെത്തി. സാക്ഷിമൊഴികളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത് ഒരു കൊലപാതകമാണെന്ന് അവർ നിഗമനം ചെയ്തു.